ഹലോ ഗായ്സ്, എല്ലാവർക്കും എന്താണ് സുഖല്ലേ? അപ്പം ഞങ്ങളിതാ എല്ലാവരും കൂടിയിട്ട് വള്ളംകളി കാണാൻ പോകാനുള്ള തിരക്കിലാണ്. മക്കളെല്ലാവരും ഉണ്ട്, ഒക്കെ പഠിക്കാൻ പോയവരൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും റെഡി ആവുന്ന തിരക്കിലാണ്. കുഞ്ഞുമോളത് റെഡി ആവണം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വള്ളംകളി കാണാനുള്ള ആവേശത്തിലാണ് എല്ലാവരും. അപ്പോൾ ഹലോ ഗായ്സ്, നമുക്കൊന്ന് വള്ളംകളി കാണാൻ പോവുക. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 5-8 കിലോമീറ്റർ ഉള്ളൂ. കായലിലാണ് വള്ളംകളി ഉള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 കാറിലും ഒരു ബുള്ളറ്റിലുമായിട്ടാണ് പോണത്. കുറേ ആളുണ്ട്. അപ്പോൾ ഇതാ ഇജോളെ കാർ എടുക്കുന്നുണ്ട്. ഇത് അച്ഛനും അമ്മൂട്ടും. അപ്പോൾ 2 ആൾ BSc നേഴ്സിംഗിൽ പഠിക്കുകയാണ്. ബാംഗ്ലൂര് അനിയത്തി. എല്ലാവരും കൂടെ പോകാനുള്ള റെഡിയായി സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ മോള് വണ്ടി എടുക്കുന്നുണ്ട്. തന്നെയാണെങ്കിൽ നല്ല തിരക്കാവുന്ന രീതിയിൽ ഞങ്ങൾ വള്ളംകളി കാണാൻ പോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോയി നോക്കട്ടെ, എന്താ പാടെന്ന് അറിയാതെ. ഇവിടെ വർക്ക് ചെയ്തിട്ടാണ് നടക്കണം. നല്ല തിരക്കാണ്. വർക്ക് ചെയ്യാനും ചളിയാണ്. ഒരുവിധം കാണാൻ പറ്റുമോ എന്താണെന്ന് തിരക്കാണ്. വീഡിയോ എടുക്കാനും ഒന്നും പറ്റില്ല. വെള്ളം വരുന്നത് അപ്പുറത്തെ സൈഡിലും ഒക്കെ നിറയെ ആൾക്കാർ. ഇതാണ് തൂക്കുപാലട്ടോ. രാത്രി ലൈറ്റൊക്കെ കിട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും കാണാനായിട്ട്. വള്ളംകളി ഇപ്പുറത്ത് എത്തിയവരൊക്കെ ഇതാ ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ്, അവർ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എത്തിയുള്ളത് പറക്കും കുതിരയാണ്. കായൽക്കൊമ്പന് 2ാം സ്ഥാനം, 3ാം സ്ഥാനം കൊത്തുകൊമ്പൻ. അപ്പോൾ വെയിലൊക്കെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വയ്യ, വേറെ എങ്ങോട്ടേലും പോകാന്നുള്ള ചർച്ചയിലാണ് എല്ലാവരും. ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്നിട്ട് ഇനിയിപ്പോൾ എങ്ങടാ പോവുക. അപ്പോൾ കുട്ടികൾക്കൊന്നും വള്ളംകളി വല്ലാണ്ട് പിടിക്കുന്നില്ല, പിന്നെ കാണാനും പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. അപ്പോൾ അവർ കടൽ കാണാൻ പോകാന്നുള്ളൊരു ചർച്ചയിലാണ്. കടൽ കാണാൻ പോകാൻ പറ്റുമോ? എന്നിട്ട് മടിപടി ഇരുന്നത് ഭയങ്കര വെയിലൊന്നും കാണാനില്ല. അങ്ങനെ ഞങ്ങൾ കടലാണ് പോകാൻ തീരുമാനമായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി കടൽ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടൽ പിന്നെ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. കടൽ കാണാൻ പോണത് ഇപ്പോൾ പെരിയമ്പലം കടലാണ് കാണാൻ പോണത്. പാലപ്പെട്ടി പെരിയമ്പലം കടൽ. അപ്പോൾ നല്ല പറക്കുതിരയ്ക്കാണ് ഫസ്റ്റ് കിട്ടുന്നത്. കടപ്പുറത്ത് നല്ല കടപ്പുറത്തിപ്പോ അസ്തമയൊക്കെ കാണാണ്ട് പിള്ളേരൊക്കെ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ബോളും വാങ്ങി കളി തുടങ്ങി. അവർ ഹാപ്പി. കടൽ കളിക്കുന്നുണ്ടായ പിന്നെ നല്ലൊരു ഇതാണ് കാണാൻ പറ്റുന്നത്. സൂര്യാസ്തമയം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ കുറേ ആൾക്കാർ തൊട്ട് കളിക്കാനും, കുറേ ആൾക്കാർ കടലിൽ കുഴിയുണ്ടാക്കിയിരിക്കാനും. ലൗമുകൂട്ടതാ കുഴിയുണ്ടാക്കിയിരിക്കുകയാണ്. എത്ര വലിയ കുഴിയുണ്ടാക്കാൻ പറ്റുമോ അതാണ് അവരെ ഉദ്ദേശിക്കുന്നത്. സെൽഫി എടുക്കലും ഫോട്ടോസ് എടുക്കലും അങ്ങനെ അടിപൊളിയായിരുന്നു. കടപ്പുറം പോയപ്പോൾ തന്നെയാണ് ഒരു ആശ്വാസമായിട്ട്. നല്ല കാറ്റുമൊക്കെ ആയിട്ട് മക്കളെ സജഷൻ സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ട് മക്കളൊക്കെ ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല തിരക്കുമാണ്. ഹോട്ടല് പഞ്ചാണ്, പക്ഷേ അപ്പോൾ നേരെ വൈകുന്നേരമായി. നല്ല ഇരുട്ടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കടൽ. അങ്ങനെ ഞങ്ങൾ
കുറച്ച് കടലയും ഉപ്പിലിട്ടതൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.